ഏതായാലും ഇവിടെ വരാനും കാണാനൊക്കെ പറ്റും. നിങ്ങൾക്ക് വടകരാജ് തങ്ങളെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വടകര മമതാജി തങ്ങളൊപ്പം നടന്നു. അവരെന്താ അനുഭവം ഉള്ളത്? അവരനുഭവം, ഞാൻ മർക്കസിൽ ചെന്നപ്പോൾ കുട്ടികളെരുമ്പാട് ഇന്നറിയില്ലല്ലോ, കുട്ടികളെരുമ്പാട് വരിയായിട്ട് നിൽക്കുകയാണ്. മർക്കസ് യോഗം നടക്കുന്ന അന്നാണ്. വരിയായിട്ട് കൂടുതൽ ആൾക്കാരിങ്ങനെ അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ വെല്ലം ഇങ്ങനെ കടന്നിട്ട് അവിടെ കടന്നു. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ, റസൂലുള്ളാഹിൻ്റെ ഇതുണ്ടാകുമ്പോൾ ആരും നമ്മൾ എതിർക്കൂലല്ലോ. അങ്ങനെ പിന്നെ ഞാനവിടെ എത്തിയപ്പോൾ ഉള്ളിൽ എത്തിയപ്പോൾ കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നിങ്ങളെ വലിയ ആൾക്കാരെൻ്റെ ഇവരെന്നാണ്. അങ്ങനെ നിന്നുകാണ്ട് വെച്ചുകൊണ്ട് ഇതിനുള്ളിൽ വന്നു ഇങ്ങോട്ട് മമതാജി തങ്ങൾ ഇങ്ങോട്ട് വന്നുകാണ്ടായിരുന്നു. ആ കുട്ടീനെ കടന്നോട്ടെ, കുട്ടികൾ കടന്നോട്ടെ, ആ കുട്ടി കടന്നോട്ടെ ആണ്. ഇന്നെ മുറിച്ചാണ് കുട്ടി കൊണ്ടേക്കാണ്ട് ഇരുത്തി എന്താ വർത്താനൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ തമ്മിൽ ഹജ്ജിന് പോകുന്നുണ്ട് ഉസ്താദെ, അജയരെ മമത തങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ നല്ല റായത്തിലാണ് മണിങ്ങൾ ദ്വാരക്ക് എന്താണിപ്പോൾ ബാങ്ക് കൊടുത്തു. അസർക്ക് ബാങ്ക് കൊടുത്തപ്പോൾ നിർത്തി അസറൊക്കെ നിസ്കരിച്ചില്ല. പറഞ്ഞു ഒരാൾ വന്നും കണ്ട് കടന്ന് റൂമിൽ പറഞ്ഞു, എനിക്ക് ഒരു ചായ ഇവിടെ അലോട്ട്മെൻ്റ് ഉണ്ട് ഉസ്താദിന്, മർക്കസിൽ ചായ ഉസ്താദിനുണ്ട്, പിന്നെ ഇവിടെ ഒരു ചായ കൂടി കൂടുതൽ വേണം, ഒരാൾ ഇവിടെ അതിഥി ഉണ്ട്, അതുകൊണ്ട് അടരം കൊണ്ടുവരാൻ ഒരു ബിസ്ക്കറ്റ് പേ കൊടുത്തോ ഈ കൂടുതൽ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഹജ്ജിന് പോകേണ്ട വർത്തമാണ്. അപ്പം എന്നോട് പറഞ്ഞു എടുത്തേക്ക് പറഞ്ഞു, കുട്ടി അവർ കത്തുട്ടാ തീപിടുത്തുണ്ടാവും എന്നും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, പൈസ കൊടുത്തപ്പോൾ മൂപ്പര് വാങ്ങിയില്ല. മൂപ്പര് എനിക്കൊരു 50 ഉറുപ്പ്യ തന്നു. പേക്കോളി റാത്തിലായി വരി വടകര അമ്പതാജി തങ്ങൾ 50 ഉറുപ്പ്യ തന്നു. 50 രൂപയ്ക്ക് എന്താ തീപിടുത്തം ഉണ്ടാവട്ടെ, ശ്രദ്ധിച്ചോളി എന്ന്. ഞങ്ങളിപ്പോൾ ഹജ്ജിന് പോയി ചെന്നപ്പാട് ഞങ്ങൾ മീനായിൽ ഇരിക്കുന്ന തമ്പിലിങ്ങനെ അതിൽ കണ്ടോടെ തീ പിടിച്ച് കണ്ട് ഇങ്ങോട്ട് കത്തി എല്ലമ്പാട. എൻ്റെ പടം ചെരുപ്പ് ഇതെല്ലമ്പാടെ പോയി. ഞാൻ കേൾക്കേണ്ട എൻ്റെ അതെല്ലാം പാടെ നമ്മൾ ഓടിയതല്ലേ, പിന്നെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കത്തിക്കാണ്ട് നശിച്ചു കൊണ്ട്. ഇവർ പറഞ്ഞൊരു ഇതാണ്, ഒരു കറാമത്താണത്. തീപിടുത്തം ഉണ്ടാവുന്നല്ലോ, തീപിടുത്തം ഉണ്ടായി ചെയ്തു. ഇതാണ് വടകര ഓരത്തങ്ങളുള്ള അനുഭവം അല്ലേ? തങ്ങളുടെ അനുഭവം. ഏതായാലും അൽഹംദുലില്ലാ ആദ്യമായിട്ട് കാണുകയാണ്. കോയപ്പാപ്പൻ്റെ അനുഭവം എന്താ ഉള്ളത്? കോയപ്പാപ്പനെ എപ്പോഴും കാണും. കോയപ്പാപ്പനെ ഞാൻ പിന്നെ ഭയങ്കര കച്ചേരിപ്പടി ഭയങ്കര 1-2 കിലോമീറ്ററിൻ്റെ അടിയിലല്ലേ. അപ്പം എൻ്റെ ഉപ്പാക്ക് പിന്നെ ബെറ്റില വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഉപ്പാക്ക് ബെറ്റില എല്ലാം മുറുക്കിയാണ്. അപ്പോൾ ചെന്നപ്പോൾ ഭയങ്കര അവിടെ ഞങ്ങൾ അന്ന് വലിയ ബസ്സൊന്നുമില്ല, ഞങ്ങൾ കാത്തു നിൽക്കുന്ന അടിയിൽ വരും. ഒരുക്കാൽ എന്നാണ് ആ വടിയും കൈക്ക് പിടിച്ചുകൊണ്ട് അള്ളാൻ്റെ രാജാവും ഞാനും എൻ്റെ കൂട്ടറും സീ ഫൂട്ടേന്നറിയും. അതേ പറയുള്ളൂ എല്ലാവരും. എന്താ ഒന്നുകൂടെ പറയും? അള്ളാൻ്റെ രാജാവും ഞാനും എൻ്റെ കൂട്ടറും സീ ഫൂട്ടേന്ന്. എന്തെങ്കിലും അർത്ഥം നിൽക്കാറിയില്ല. ഷ്ടോന്നറിയും, ചിലപ്പോൾ ഷ്ടോന്നറിയും. ആ കായെല്ലാം കൂട്ടി അവിടെ ചെന്നല്ലോ ആൾക്കാരും കൊണ്ട് കൂടിയിട്ടുണ്ടാവും, ചുറ്റുമാവും. കോയപ്പാപ്പാൻ്റെ സ്ഥിതി പറയുന്നത്. അപ്പോൾ ആ കായെല്ലാം നുള്ളി പെറുക്കിക്കാണ്ട് എന്ത് ചെയ്യും, ഒരാളെടുത്താൻ കൊടുത്തുകൊണ്ട് ചായ കൊണ്ടുവരേ പുട്ടും കൊണ്ടുവരും. അതിന് മൂപ്പര് ഒരു ഗ്ലാസ് കുടിച്ചും ആ ചായക്ക് വേണ്ടിയിട്ട് അവിടെ തിക്കുന്നേർക്കുണ്ടാക്കും. മൂപ്പര് കുടിച്ചാൽ മൂപ്പര് ആർക്കും വിചാരിച്ചാൽ ബാറാക്കൊണ്ട് കൊടുക്കും. പിന്നെ പുട്ടിനാണ്ട് കുറേ കാക്കച്ചയൊക്കെ ഇട്ട് കൊടുക്കും. ഇത് തിന്നോളിയാൽ അങ്ങനെ കോയപ്പാപ്പൻ്റെ നമ്മളിപ്പോൾ കാങ്ങിൻ്റെ ആളാണ്. ദ്വാരപ്പിച്ചാൻ തന്നു ഒരു ദിവസം. ദ്വാരപ്പിച്ചാന്ന് പറഞ്ഞു, നിങ്ങളെ തന്നെ ദ്വാരക്കാൻ ഉത്തമം, പിന്നെ ഞാനല്ലല്ലോ, നിങ്ങളെ ദ്വാരുന്നോളി എന്നറിയാമല്ലോ. അത് എപ്പോഴും പറയാം എല്ലാവരോടും. ആ ബടി ഇങ്ങോട്ട് ബീസും മേത്തും തട്ടൂല. കോയപ്പാപ്പ അങ്ങനെ ആളാണ്. പിന്നെ കോയപ്പാപ്പൻ്റെ ആ ബനിയനും ആ തൊപ്പി ഇതൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ ആർത്തിങ്ങൽ കെട്ടിപ്പോയി പാത്ത് ചെറുതുവരെ അതിന് യാതൊരു ഇതുമില്ല. അങ്ങനെ ഒരു മഹാനാണ് കോയപ്പാപ്പ. ഏത് തേനു മുസ്ലിയാർ പാപ്പ ഇതേനോ ഒരു ഇങ്ങനെ നടക്കും, കിതാബും കെട്ടും തല്ലിയിൽ വെച്ചിക്കാണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ ഞാനത് കിതാബ് ഓതി പഠിച്ചാണ്. പാൽച്ചർ എടരിക്കോടാണ്.
വാൽച്ചന്മാർക്ക് തന്ന് ഇപ്പം ഈ കുടീന് പൈസ തരൂല. അപ്പം ഞാൻ എൻ്റെ കുട്ടികളൊക്കെ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ചായ കുടിച്ചാൽ ഉറക്കും വരൂല, അത് ഇങ്ങോട്ട് കുടിച്ചോടി എന്ന് അങ്ങനെ കണ്ടിരുന്നു. തേൻലേരി പാപ്പ ഞാൻ തേൻലേരി പാപ്പ ഞാൻ അറിയില്ല. അങ്ങനെ വന്നു ആ മരക്കാരാക്കാൻ്റെ പീടി കയറിയിരുന്ന് കണ്ട് ചായ കുടിച്ചു. അപ്പം ഞാൻ കാങ്ങാൻ വേണ്ടിയിട്ട് ആണ്ട് ചെന്നതാ. ചെന്നപാട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കിയിട്ടാണ് അവിടെ ഇരിക്കി കുട്ടിയാണ്. ഞാൻ കുട്ടിയല്ലേ, കിതാബോധി പഠിച്ചത് നൈവിൻ്റെ കിതാബോധല്ലേ, അവിടെ ഇരിക്കി എന്നാണ്. മരക്കാരെ ഈ കുട്ടിക്ക് എന്നൊരു ചായ കൊടുക്കണം പേട്ടാ എന്നാണ്, ഒരു ചായ കൊടുക്കുക എന്നാണ്. അന്ന് പൂളി ഇറച്ചിയും ചാറ് പാർന്ന് കാണ്ട് കൊടുന്ന് വെച്ചെടുത്തു മൂപ്പർക്ക്. അപ്പോൾ എനിക്കും കൊടുന്ന് ഞാൻ പറഞ്ഞു, കുടിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങോട്ട് പോയിൻ്റെ ദിവസം അല്ല ചായ കുടിച്ചതിൻ്റെ ദിവസം എൻ്റെ കായും കൊടുത്തു, എൻ്റെ പൈസയും മൂപ്പരനെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തുകാണ്ട് ഞാൻ മുറ്റത്ത് കയറിയപ്പോൾ ഈ തലയിൽ ആ ഇത് വെച്ച് വന്നു കാണ്ട് എഡറിക്കോടുണ്ട് ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്, കാണാം ഇത്രക്ക് ട്രൗസർ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ കുട്ടികളില്ല, ഓലൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഇടയിൽ ആ പോലീസുകാരുടെ അടുത്ത് വന്ന് കാണ്ട് ഇങ്ങനെ നിൽക്കാണ്ട് വന്നു. എന്താണ് എനിക്ക് തുണി എടുത്തില്ല, ഞാൻ അവൃത്തി അടി ഞാൻ ഇവിടെ നിൽക്കണു എന്താണ്. പോലീസുകാരൻ രണ്ടടി ചൂരിലുണ്ട് മടിയോട്. അതിലെല്ലാം പാടെ കൂടി എല്ലാവരും പിടിച്ചു പോലീസുകാരൻ. അതിൽ കോട്ടയ്ക്ക് കൊണ്ടുപോയി. കോട്ടയ്ക്ക് കൊണ്ട് പിന്നെ അവിടെ മീരാജ് സാഹിബ് പിന്നെ ഇടപെട്ട് വിട്ടു, 14 വിട്ടു പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ ഏതായാലും വലിയ സന്തോഷം ഇവിടെ വരാനും കാണാനും. നിങ്ങൾ ഏതായാലും പ്രത്യേകം നമുക്കും വലിയ വലിയ മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ സിഫാക്കി തരട്ടെ. മക്കള് നന്നായി കിട്ടാനും നമ്മളെ സഹായിക്കുന്ന ആളെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ നമ്മുടെ കൂടെ വരുന്ന പയ്യൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം. പ്രത്യേകിച്ച് എന്റെ ഭാര്യ മരണപ്പെട്ടു പോയത്, എന്റെ ഭാര്യക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു നല്ല ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെല്ലാവരും കടത്തി തരട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് കിട്ടാൻ പണിയാണ് നമ്മൾ ദ്വാരക്ക കിട്ടും. എന്തായാലും പ്രത്യേകം ദ്വാരക്കേട്ടാ. ഇൻഷാ അല്ലാഹ് പുതിയ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം മടവൂർ കാഫിലയിലൂടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന ഈ ഖുത്ബുൽ ആലം CM വലിയുള്ളാഹിയുടെ ഈ മദ്ഹ് ലോകം മുഴുവനും കാണാനും ഒരുപാട് ആളുകൾക്ക് ശൈഖുനാനെ അറിയാനും അള്ളാഹു ഇതുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്താനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊക്കെ കാണുക. നിങ്ങളുടെ നാട്ടിലും CM വലിയുള്ളാഹിനെ കണ്ട ആളുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ നമ്പർ എല്ലാ വീഡിയോയിലുമുണ്ട്, ഞങ്ങളെ വിളിക്കുക. ലോകത്ത് മുഴുവനും ശൈഖുനാനെ അറിയുന്ന ആളുകൾ ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു.